കഴിഞ്ഞ 10 വർഷമായിട്ടാണ് നമ്മൾ വിദ്യായാത്ര മുടക്കമില്ലാതെ നടക്കുന്നത്. അത് ഓരോ സ്ഥലങ്ങളിൽ അവിടുത്തെ ഈ വിദ്യായാത്ര നടത്താൻ പറ്റിയ സ്ഥലങ്ങളിൽ തോട്ടുവരമ്പത്ത് പുഴയോരത്തൊക്കെ അവിടെയുള്ള സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് വിദ്യായാത്ര നമ്മൾ എല്ലാ കൊല്ലവും നടത്തുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഒരു അടയാളമായിരുന്ന കരിമ്പന ഈ അടുത്ത കാലത്ത് വളരെ കൂടിയ തോതിലാണ് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത്. യഥേഷ്ടം ഉണ്ടായിരുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ. ഈ അടുത്ത കാലത്തായിട്ട് വളരെ ഈ യന്ത്രങ്ങൾ JCB അതുപോലെ യന്ത്രവാളുകൾ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കരിമ്പനകൾ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ട്. തല ഉയർത്തി, അതും കരിമ്പന എന്ന് പറയുന്നത് ഒരു 300-350 വർഷത്തിൻ്റെ അത്രയും ആയുസുള്ള ഒരു വൃക്ഷമാണ്. അത് മുളച്ച് ഇപ്പം നമ്മൾ വന്ന് വിത്ത് നമ്മൾ പാകുന്നുണ്ട്. ഈ വിത്ത് മുളയ്ക്കാൻ തന്നെ 2 കൊല്ലം 3 കൊല്ലം വരും ഒരു ഇല വിരിയാൻ. അങ്ങനെ അതിനൊരു കായ്ഫലം കിട്ടാൻ ഒരു 25 വർഷം 30 വർഷം എടുക്കും. അത്രയും വളരെ ഇത് ശൈശവദശ എന്ന് പറയുന്നത് തന്നെ അത്രയും ദൈർഘ്യമേറിയ ശൈശവ കാലഘട്ടമാണ് കരിമ്പനയ്ക്കുള്ളത്. മറ്റ് വൃക്ഷങ്ങൾ പോലെയല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു 15-20 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റുള്ളൂ. അത്രയും ദൈർഘ്യമുണ്ട് കരിമ്പന വളർന്ന് ഒരു മരമായി കാണാൻ. അപ്പോൾ നമ്മൾ ഈ കരിമ്പനകളാണ് വലിയ കൂടിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു യജ്ഞം എന്ന് പറഞ്ഞ പോലെ. ഒപ്പം തന്നെ ഈ സ്കൂളുകളും കോളേജുകളിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ട് കലാലയങ്ങളിൽ കരിമ്പന എന്നുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ 3 ജില്ലകളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന 3 ജില്ലകളിലെ സ്കൂളുകൾ കോളേജുകളിലൊക്കെ ഒരു കലാലയങ്ങളിൽ ഒരു കരിമ്പന എന്നുള്ള പദ്ധതി. അപ്പോൾ നമ്മൾ 10-20 വിത്ത് വെച്ചാൽ ഒരു കരിമ്പനയെങ്കിലും അവിടെ ഉണ്ടാവും. ആ ഒരു പദ്ധതി കൂടി ഈ വർഷം മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യായാത്ര തുടങ്ങിയിട്ട് 10 വർഷമായി. അതിൽ ആദ്യ വർഷങ്ങളിൽ 2-3 കൊല്ലം നമ്മൾ കരിമ്പന ഉണ്ടായിരുന്നില്ലേ, അത് മറ്റ് ഫലവൃക്ഷങ്ങൾ വിത്തുകളുമായിട്ട് യാത്രയായിരുന്നു. കൂട്ടുകാരൊക്കെ കൂട്ടി ഇതുപോലെ പൊതു ഇടങ്ങളിലും വഴിയരികിലൊക്കെ വിത്ത് പാകുന്ന ഒരു പരിപാടി. ആ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ നമ്മുടെ പാലക്കാടിൻ്റെ മുഖമായിട്ടുള്ള കരിമ്പനകൾ കൂടിയ തോതിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കരിമ്പനയിലേക്ക് നമ്മൾ കടക്കുന്നത്. അതും തോട് വരമ്പത്ത് വയ്ക്കാൻ കാരണം ഇത് കൃഷിക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നില്ല. ഒറ്റത്തടി വർഷമായതുകൊണ്ട് കരിമ്പന മുകളിലേക്കാണ് പോവുക. അതുകൊണ്ട് നെൽകൃഷിക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ തോട് വരമ്പ് സംരക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ വേരുകളിൽ നിന്ന് തോടിന് ഒരുപാട് പൈസ ചിലവാക്കിക്കൊണ്ട് ഈ തോട്ട് വരമ്പ് കരിങ്കൽ ഭിത്തികളും മറ്റ് കൽക്കെട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്, സിമെന്റ് കൊണ്ട് വാർപ്പ്. പക്ഷെ അതിനേക്കാട്ടിലും ഏറ്റവും ഗുണം ചെയ്യുക ഇതുപോലെ ഈ കരിമ്പനകളോ തെങ്ങോ തോട്ട് വരമ്പത്ത് വെച്ച് പിടിപ്പിച്ചാൽ വരമ്പ് ഇടിയാതിരിക്കാനുള്ള ഒരു ഇതുകൊണ്ട്. ഒപ്പം തന്നെ ഈ നമ്മുടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കുരുവികളൊക്കെ ഉണ്ട്. ഈ കുരുവികളൊക്കെ ഒരു പ്രധാന ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നതിന് കരിമ്പനകൾ അതിൻ്റെ പട്ടയുടെ മേലെ കൂട് കൂട്ടിയാണ് അതിൻ്റെ ഈ മുട്ട ഇടുന്നതും അടയിരിക്കുന്നതൊക്കെ. ആ പക്ഷികൾ വരെ വളരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിന് കാരണമൊക്കെ ഈ കരിമ്പനകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കൂടി നമ്മൾ മുൻകൂട്ടി, ഇത് ഗവൺമെൻറ്റുകളാണ് ചെയ്യേണ്ടത്, ഒരിക്കലും ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങുന്നു, കൂട്ടുകാരെ കൂട്ടുന്നു, കരിമ്പന വിത്തുകൾ ശേഖരിക്കുന്നു, പറ്റുന്ന സ്ഥലങ്ങളിൽ പാകുന്നു. അത് തടസ്സമില്ലാതെ നടത്താൻ പറ്റുന്നുണ്ട് ഇതുവരെയായിട്ട്. ഞാൻ രാജേഷ് നന്ദിയങ്കോട് കവിയാണ്, ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകനാണ്, സിനിമ ഷോർട്ട് ഫിലിം സംവിധായകനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നോവലിസ്റ്റാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഇടപെടുന്നുണ്ട്. ഒരു 7ഓളം കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു നോവൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഓർമ്മ പുസ്തകം ഇറങ്ങി. ഒപ്പം തന്നെ കേരളം അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ജയശ്രീ ഷോർട്ട് ഫിലിം, ഒപ്പം തന്നെ പകൽമഴ, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു ഫീമെയിൽ കഥ, ഈ 3 ഷോർട്ട് ഫിലിമുകൾ ഞാൻ തന്നെ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള എൻ്റെ സിനിമകളാണ്. ഇതിനൊക്കെ ഒരുപാട് ദേശീയ അന്തർദേശീയ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. രാജേഷ് നന്ദിയങ്കോടിൻ്റെ 10ാം വർഷത്തെ വിത്ത് യാത്ര കരിമ്പനകൾ പ്രകൃതിയെ എന്തുമാത്രം സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നു എന്നത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അടുത്ത തലമുറയെ അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിയിക്കാൻ, അതിൻ്റെ മേന്മ അടുത്ത തലമുറയ്ക്ക് ലഭിക്കാനായി ഇത്രയും കാലം ചെയ്തു വന്ന ഈ പ്രകൃതി സൗഹൃദ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രവർത്തനം ചെയ്യുന്ന വേളയിലും അദ്ദേഹം പറയുണ്ടായി, ഇത് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ വരും തലമുറ ഇതിൻ്റെ നല്ല ഗുണം അനുഭവിക്കട്ടെ. അതാണ് യഥാർത്ഥത്തിലൊരു പ്രകൃതി സ്നേഹി. ഇത്തരം പ്രകൃതി സ്നേഹികൾ നമുക്കെന്നും ഉണ്ടാവണം. കവി പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് നന്ദിയങ്കോടിന് എല്ലാവിധ ആശംസകളും നേർന്നു.